അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ ഫ്രണ്ടാണ് ആഷി എന്ന് ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുക്കുക. അയഷ 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 ഫയസ ഫയാസ് അയഷ അയഷ സിമാൻ താരക്. അപ്പൊ ഞങ്ങൾ ആഷിന്ന് വിളിക്കും. ആഷിന് എന്റെ ഓളി എന്റെ ആഷിന് എന്റെ നെയിം ഉണ്ടാക്കിയതാ. ഞാനിപ്പോ ഇങ്ങനെ തന്നെ ആയിഷ ഉണ്ടാക്കിയതാ. പക്ഷെ ഞാൻ നാട്ടില് എന്റെ സിസ്റ്ററിന്റെ നെയിം ഫുൾ നെയിം ഇനായ ഐഷ ഉണ്ട്. അപ്പൊ എനിക്ക് അനായ ഐഷ എന്റെ പേരാക്കണം. അനായ ഐഷലോ? എന്റെ പേര് ശരിക്കത്തെ പേര് എന്റെ അനായ അനായാന്ന് മതി. എല്ലാരും വിളിക്കൽ ചില സമയത്ത് എന്റെ സ്കൂളൊക്കെ വിളിക്കില്ല അനായാന്നാ എന്റെ വിളിക്കല്. അപ്പൊ ഞാൻ അനായാന്ന് ഉണ്ടാക്കിയാ മതി. പാഷി ഏത് ക്ലാസ്സിലാ പഠിക്കണെന്ന് പറ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? KG to G. KG 1 ആയിട്ടുള്ളോ? KG 1 ആണോ? ഗ്രേഡ് 1. KG 1 അല്ല അങ്ങനെ പറയാ, ഗ്രേഡ് 1. അപ്പോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പൊ നമ്മൾ ഇന്നാളെ എന്താ സൂക്കിൽ പോയപ്പോ കഴിച്ചത്? സ്ട്രോബെറിയും ചോക്ലേറ്റും. ആ റൂം അവിടെ തൊട്ടടുത്ത റൂമായ കാരണം ഫുൾ ടൈം കളി. ഇപ്പൊ വെക്കേഷൻ അല്ലേ? വെക്കേഷൻ കഴിഞ്ഞാലോ? വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ടാവും. വൈകിട്ട് വന്നാ പഠിക്കാനുണ്ടാവും. പിന്നെ ഉറങ്ങാനേ നേരമുള്ള, കളിക്കാൻ നേരം ഉണ്ടാവില്ല അല്ലേ? ഇന്നാള് ഞങ്ങള് 2 ദിവസം മുമ്പ് സൂക്കിൽ പോയിണ്ടായിരുന്നു. അപ്പൊ അവിടെ വീണ്ടും സ്ട്രോബെറിയും ചോക്ലേറ്റും കണ്ടപ്പോ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം കഴിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെയ്ത് തരാം. അവിടത്തെ സ്ട്രോബെറി ഞാൻ പറഞ്ഞല്ലോ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല, ഒരു മധുരവും. ചോക്ലേറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആര് കഴിച്ചു? ഇമ്മ പറഞ്ഞിട്ടുള്ള അറിവാ. ആഷി കഴിച്ചിട്ടുണ്ടോ അത് മുമ്പ്? സൂക്കിലല്ല, വേറെ സ്ഥലത്ത് കിട്ടല്ലോ. കഴിച്ചിട്ടുണ്ടോ അത്? അപ്പൊ ഞങ്ങള് ഇരിക്കുന്ന ഒതുങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാനാക്കി തരാം. അവിടുത്തെ സ്ട്രോബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരവും ഇല്ല, പുളിയും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മള് വെള്ളം ചവയ്ക്കണ പോലെ ഉണ്ടായിരുന്നു സ്ട്രോബെറി. ഇവിടെ ഇരിക്കണം, ഞാൻ പോയിട്ട് അത് ചെയ്തിട്ട് കൊണ്ടുവരും. ഓക്കെ? ഈ ബ്ലോഗ് ഇവിടെ ഇല്ല. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കണ്ടേ? ഞാനത് കട്ട് ചെയ്തൊക്കെ റെഡി ആക്കിട്ട് കൊണ്ടുതരും. ഓക്കെ? അപ്പൊ അത് ശരിയാക്കാം. ബൈ. ഞാൻ സ്ട്രോബെറി കുറച്ചു നേരമായി വെള്ളത്തിലിട്ട് വെച്ചൊക്കെയായിരുന്നു. അപ്പോ 2 വട്ടം വാഷ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി വാഷ് ചെയ്യാം. അപ്പൊ ഈ ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. സ്ട്രോബെറി കുറച്ച് വലുതാണ്, അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പമാവില്ല. അടുത്തായിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. നമ്മൾ വാങ്ങിയത് ഹെർഷിയുടെ ഒരു നട്ട്സ് ഉള്ള ടൈപ്പ് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പൊ അത് മെൽറ്റ് ആയാലും അത്ര ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടില്ല. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഹെർഷിയുടെ സിറപ്പ് ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മള് അന്ന് സൂക്കിൽ വെച്ചിട്ട് ഈ സംഭവം വാങ്ങിയത് 30 റിയാൽ പേ ചെയ്തു കേട്ടോ. 30 റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 700 രൂപയ്ക്ക് വരും. നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു കോസ്റ്റ് വരുന്നില്ല. അപ്പൊ 2 ആളെയും തീരെ ക്ഷമയില്ലാത്ത കുട്ടികളായതുകൊണ്ട് പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ കൈയൊക്കെ നീണ്ടു വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം.
തായോ ഇനി ഷെയർ ചെയ്യണം. പച്ചക്കുട്ടിക്കാൻ പറ്റി ആഷി ആന്റിക്ക് കൊടുക്ക. ബാബ പച്ചക്കുട്ടിക്കും തരാം. ടേസ്റ്റ് നോക്കാം അല്ലേ? ഒരെടുത്തോട്ടെ. ഓക്കെ, ഇനി കഴിച്ചാശം. അവിടുത്തെ സ്ട്രോബെറികളും ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ പോലെ ഇവിടെ ഇപ്പൊ അവൈലബിൾ, അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് തെമ്മു എന്ന് പറയും. എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നു ഓർഡർ ചെയ്യാറുണ്ട്. എല്ലാ അൽക്കുലത്തെ സാധനങ്ങളായിരിക്കും. അപ്പൊ ഇപ്രാവശ്യവും എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് എനിക്ക് അറിയില്ല. ഓർഡർ ചെയ്യുന്ന ആള് റിജിന. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ആരെ ഓപ്പൺ ചെയ്യാൻ പോണേ? അപ്പൊ ഭാവി ഓപ്പൺ ചെയ്യണം കേട്ടാ. നമുക്ക് നോക്കാൻ തൊട്ടേക്കാം. ഓരോന്നായി ഇതെന്താ നോക്ക്. എന്താ അത് ഓപ്പൺ ആയിട്ടിരിക്കണേ? ഇത് കാറിൽ കാറിൽ വെക്കുന്ന മൊബൈലിന്റെ ഹോൾഡറാണ്. ഇതെന്ന് പറഞ്ഞാല് കുറച്ച് നന്നായിട്ട് അവിടെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ആ എയർ വെന്റിൽ വെച്ച് കഴിഞ്ഞാല് അത് പുറത്തിടാനുള്ള ഒരു സംഭവമുണ്ട്. മറ്റേതൊക്കെ എയർ വെന്റിൽ വെച്ച് കഴിഞ്ഞാല് ഇളകി താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ഒരുപാട് നോക്കിയിട്ട് കിട്ടിയതാണ് ഈ കുളത്തുള്ള സംഭവം. അപ്പൊ അത് എവിടെ ഇരിക്കട്ടെ. ഇത് മറ്റേ ഇത് വയ്ക്കണതാണോ? ടേബിൾ വയ്ക്കണതാണോ? ഇത് ജസ്റ്റ് ഒരു ഷോ പീസ് ആയിട്ട് ഇങ്ങനെ നമ്മള് ടേബിളിൽ വെക്കുന്ന ഒരു സംഭവമാണ്. താഴെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഒരു റൗണ്ട് ഗ്ലോബാന്നാണ് വിചാരിച്ചത്. ഇത് ഇങ്ങനൊരു സംഭവം ഇപ്പോഴാണ് അറിയുന്നത്. ഇതെന്താ തന്നെ ഇത് നമ്മള് മജീഷ്യന്മാരൊക്കെ ഒരു കളർ ഇങ്ങോട്ട് ഇട്ടിട്ട് അപ്പുറത്തോടെ എടുക്കുന്ന സംഭവം. ചെയ്ത് കാണിക്കൂ. എടുത്തത് അങ്ങനെ കാണിച്ചു കൊടുക്കണ്ട. അതായത് മുതല ഇങ്ങനെ കാണിക്കും. അത് കാണിച്ചു കൊടുക്കണ്ട. അത് മാറ്റി വെച്ചോ. ഇത് രണ്ട് പിന്നെയും ഭംഗിയുണ്ട് കഴിക്കാം. നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ്? ഇതെന്താണ്? സംഭവത്ത് വെക്കുന്നല്ലേ? ഇത് നമ്മള് കിച്ചണില് മേലെ ഇങ്ങനെ കേക്ക് വെക്കാൻ പറ്റും കബോർഡില്. എന്നിട്ട് ഇതിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്യാം. കാറ്റർപില്ലറോ? അത് ബേബിക്ക് കളിക്കാൻ കൊടുക്കാം. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇതെന്താന്നല്ലോ സാധനം? ലവ്. ഇത് നമ്മള് ബുൾസൈ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതിന് വെച്ചിട്ട് അതിലേക്ക് മുട്ട ഒഴിക്കുക. അപ്പൊ അത് ബുൾസൈയുടെ ഷേപ്പില്, ലവിന്റെ ഷേപ്പില് ബുൾസൈ. രണ്ടെണ്ണം മാറ്റി. ഇത് രണ്ടെണ്ണം അറിയാതെ ഓർഡർ ആയി പോയതാണ്.
ഇതാണ് മറ്റേ സ്റ്റൗവിന്റെ മേലെ ഇൻഡക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ട് ഇതിന്റെ മേലെ സാധാരണ പാത്രങ്ങള് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. തിളച്ച് തിന്നപ്പോ കൊള്ളോ അല്ലേ? അതെന്റെ നോക്കട്ടെ, ഇത് വേറെ സംഭവം. ഇത് കാറിൽ വെക്കണതാ? ഇതും ഹോൾഡർ തന്നെയാണ്. ഇതൊക്കെ പക്ഷെ 3 റിയാൽ 5 റിയാൽ ഒക്കെ ഉള്ളൂ. ഓരോന്നായിട്ട് എടുക്കൂ. ഇതാണ് ഇൻഡക്ഷൻ മാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇൻഡക്ഷന്റെ മേലെ ഇൻഡക്ഷൻ ഗ്ലാസ് ടോപ്പ് മേടിക്കാണ്. അപ്പൊ ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോ സ്ക്രാച്ചുകൾ ഒരുപാട് വരും. ഇത് ഇൻഡക്ഷൻ കുക്കറിന്റെ മേലെ വിരിച്ചിട്ട് കഴിഞ്ഞാല് സ്ക്രാച്ച് ഇല്ല. ഡയറി അത് നോക്കണം. അതൊക്കെ വായിച്ചു നോക്കിട്ട് വേണം ചെയ്യേണ്ടത്. ഇതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് നല്ലത്. അത് വായിച്ചു നോക്കിട്ട് പറഞ്ഞുതരാം. അത് വേറെ ടോയ് ഓർമ്മയുണ്ട? അങ്ങനല്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും. എന്നിട്ട് Okay, this is for you. ഇതെന്താണ്? ഇത് കേബിൾ അല്ല. ഇതെന്താ വെച്ചാല് നമ്മുടെ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാല് അതിന്റെ താഴെ ഗ്യാപ്പ് ഉണ്ടാവല്ലോ. ആ ഗ്യാപ്പിൽ നമ്മൾ താഴെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലാവാനുള്ള ഒരു സ്റ്റിക്കറാണത്. റബ്ബർ ടൈപ്പ് ആണ് ഇത്. 2 മീറ്റർ മറ്റും ആണ്. താഴെ മാത്രല്ല നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അല്ല കേട്ടോ. വേറെ ടൈപ്പും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 3D പെന്നാണ്. ഇതെന്ന് വെച്ചാല് ഇത് നമ്മൾ ഇതിന്റെ പുറകെ കൊണ്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഇതിലെ മെൽറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലും വരച്ചിട്ട് അതിന്റെ മേലെ ഇതുകൊണ്ട് വരച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ഇങ്ങനെ എടുത്ത് അതിന്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടും. അത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ താഴെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തന്നെയുള്ളതാണ്. ഇതിനെല്ലാം നിസ്സാരമായിട്ടുള്ള വിലയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇത് നല്ല സാധനമാണ്. കുറച്ച് ക്വാളിറ്റിയുള്ള. ഇത് നമ്മള് ഡോറ് ഇതിന്റെ നടുക്കിലേക്ക് നമ്മള് കയറ്റി വെക്കും. അപ്പോ ഡോറിന്റെ 2 സൈഡിലും അത് ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല. നമ്മള് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.